നമ ശിവായ. സർവേഷാം സുഖിനോ ഭവന്തു. ഭൈരവ ആസ്ട്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് തെങ്കാശിക്ക് സമീപമുള്ള തിരുമലൈ കോവിലാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. വള്ളി കാർത്യായനി ഇവരോടൊപ്പം ഇരിക്കുന്ന മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തിരുമലൈ കോവിൽ എന്ന് പറയുന്നത്. കോവിലിൻ്റെ അറ്റം വരെ മേലറ്റം വരെയും വാഹനത്തിൽ വരാനുള്ള സൗകര്യമുണ്ട്. 50 രൂപ പാസ് എടുക്കണം. പശ്ചിമഘട്ടം, അതായത് സഖ്യപർവ്വതത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാം. അതുപോലെ തന്നെ താഴെ നെൽപ്പാടങ്ങൾ ധാരാളമുണ്ട്. തൊട്ടടുത്തായിട്ടൊരു അണക്കെട്ട് കാണാം. പിന്നെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഏകദേശം ഈ തെങ്കാശി പട്ടണം മുഴുവൻ ഇതിൻ്റെ വണ്ടയിൽ നിന്ന് നോക്കിയാൽ കാണാം. വളരെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു ആൽമരം ഈ പാറയുടെ മുകളിലുണ്ട്. ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുരുകൻ്റെ പ്രധാന പ്രതിഷ്ഠയാണ്. മുരുകൻ ഇവിടെ ഷഷ്ടി അങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവ ദിവസങ്ങളൊക്കെയാണ്. ഈ തെങ്കാശി മുഴുവനും ഈ ചുറ്റും കാണാൻ പറ്റും. ഇവിടെ ദൂരെ അകലെയായിട്ട് കാറ്റാടിപ്പാടവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ പ്രകൃതിരമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് മുരുകനെ തൊഴുകുന്നത് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും. പിന്നെ ജ്യോതിഷത്തിൻ്റെയൊക്കെ ഗുരുവാണ് മുരുകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് മുരുകനെ കാണുക, മുരുകനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. തമിഴ്നാട് തിരുനെൽവേലിയിലെ അടുത്താണ് തെങ്കാശിയിലാണ് നമ്മുടെ തിരുമലൈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600ഓളം പടവുകൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അല്ലാതെ വാഹനത്തിലൂടെ ഇനി മേളിൽ വരാൻ പറ്റും. ഇവിടെ പ്രകൃതിരമണീയമായ സ്ഥലമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഈ ക്ഷേത്രം ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നും ചരിത്രത്തിലില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയോട് വളരെ അടുത്ത് ചേർക്കുന്ന സ്ഥലമായതുകൊണ്ടും പന്തളം രാജവംശമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട്. രാജാവ് ഇവിടുത്തെ മുരുകൻ്റെ വിഗ്രഹം കണ്ടെത്തിയെന്നും ഇവിടെ അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചുവെന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പോൾ പന്തളം രാജവംശവുമായിട്ടൊരു ബന്ധം ഈ ക്ഷേത്രത്തിൽ, അപ്പോൾ നമുക്ക് മലയാളികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ധാരാളം മലയാളികൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ടുകാരനേക്കാൾ കൂടുതൽ മലയാളികളാണ് വരുന്നത്. 2025 നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇവിടെ ഒരു ചെമ്പ് വേല് കൊണ്ട് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ വിജയത്തിനായിട്ട് ഒരു വേല് ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. വളരെ ശക്തിമത്തായ ഒരു ക്ഷേത്രമാണ് ഇവിടെ. പിന്നെ വളരെ മനോഹരമായ പ്രകൃതിരമണീയമായ സ്ഥലമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല കാറ്റാണ് ഇവിടെ വന്നിരിക്കാൻ. സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഈ മലയുടെ മുകളിൽ നിന്ന് കാണുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. ഇപ്പോൾ ഞാൻ വൈകുന്നേര സമയമാണ് ഇവിടെ എത്തിയത്. വളരെ മനോഹരമായ ഒരു സൺസെറ്റ് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. നിങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ രാവിലെ എത്തുക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. കാരണം ഇപ്പോഴുള്ള കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല വെയിലാണ്. വെയിലത്ത് ഇവിടെ ചവിട്ടാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. ക്ഷേത്ര ഗോപുരത്തിനടുത്താണ്, ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിനടുത്താണ് ഇരിക്കുന്നത്. വളരെ ശില്പഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കാണാൻ കഴിയും. നല്ല ശില്പഭംഗി കൊണ്ട് അലങ്കരിക്കപ്പെട്ട നല്ല മനോഹരമായിട്ടാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സനാതന സംസ്കാരത്തിൽ എപ്പോഴും ഭാരതീയ തത്വശാസ്ത്രം വളരെ ഉത്തമ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ശില്പഭംഗി കൊണ്ടാണ്. ക്ഷേത്രങ്ങളുടെ ശില്പഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. അപ്പോൾ ഈ ശില്പഭംഗിയൊക്കെ നിറഞ്ഞ മനോഹരമായി ക്ഷേത്രങ്ങളൊക്കെ വന്ന് കാണുന്നത് വഴി നമ്മുടെ മനസ്സിന് വളരെ ഒരു ആനന്ദം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പുരാതനമായ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിലൂടെയാണ് നമുക്ക് ഒരു മനസ്സിന് ശാന്തി കിട്ടുന്നത്. പുരാതനമായ ക്ഷേത്രങ്ങൾ അത്രത്തോളം ശക്തിമത്താണ്. കാരണം ഇതൊക്കെ സിദ്ധന്മാരും യോഗികളും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അത് ഏത് നൂറ്റാണ്ടിൽ ആരെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് വ്യക്തമായ രേഖകളില്ലായെങ്കിലും പന്തളം രാജാവിൻ്റെ കീഴിലാണ്, പന്തളം രാജാവാണ് ഇത് പ്രതിഷ്ഠിച്ചതെന്ന് ഒരു രേഖകളായിട്ടൊന്നും പറയുന്നില്ല, ഒരു ഐതിഹ്യം ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മുരുകൻ്റെയൊക്കെ അമ്പലം മലമുകളിലൊക്കെ ഉള്ളത് കൂടുതലും സിദ്ധന്മാരൊക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ചൈതന്യം ഈ ക്ഷേത്രത്തിന് വരുന്നത്. ഇവിടെ പത്നി സമേതനായിട്ടാണ് മുരുകനുള്ളത്. വള്ളി കാർത്യായനി എന്നീ 2 പത്നിമാരോടൊപ്പമാണ് മുരുകൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിന് ദർശനം കഴിഞ്ഞു, തിരിച്ചിറങ്ങിയാണ്. ഇന്ന് വലിയ തിരക്കൊന്നും ക്ഷേത്രത്തിലില്ല. സന്ധ്യാസമയമൊക്കെ ആവാറായി. അകത്ത് നിറയെ കരിങ്കല്ല് കൊണ്ട് പണിഞ്ഞതാണ് ഈ ക്ഷേത്രം. പിന്നെ മുരുകനെയൊക്കെ കണ്ടു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായിട്ട് 2 ഗണപതി വിഗ്രഹങ്ങളുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഒരു ഗണപതിയാണ് വയ്ക്കാറുള്ളത്, പക്ഷേ ഇവിടെ 2 ഗണപതി വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ആദി ഗണപതിയും ഒന്ന് മഹാഗണപതിയായിട്ടാണ് സങ്കല്പം ചെയ്തേക്കുന്നതെന്നാണ് അറിഞ്ഞത്. അതായത്
ഗണപതിയെ സൃഷ്ടിക്കുന്നത് പാർവതിയാണ്. അതിനും മുന്നേ തന്നെ ഒരു ഗണപതി ഉണ്ടായിരുന്നതായിട്ടും ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹ സമയം ആ ഗണപതിയെ ശിവൻ പൂജിച്ചിരുന്നതായിട്ടുമൊക്കെയുള്ള ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഗണങ്ങൾക്ക് പതിയാണ് ഗണപതി. അങ്ങനെയുള്ള ഒരു ആദി ഗണപതിയുടെ പ്രതിഷ്ഠ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. പിന്നെ കാലഭൈരവൻ്റെ ഒരു പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭൈരവസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ചുറ്റും വളരെ പ്രകൃതി മനോഹരമാണ്. ഇവിടെ സന്ധ്യാസമയത്ത് ഇവിടെ വരുന്നത് വളരെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ ഉള്ളത്. ചുറ്റും നല്ല ദൃശ്യമാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു ആനന്ദം ലഭിക്കും. നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ കാണുന്നതിനേക്കാളും പ്രകൃതി തന്നെ ഈശ്വരനായി മാറുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ദൃശ്യമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദർശിക്കുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ മുരുകസ്വാമി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കെല്ലാം മുരുകസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.